പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പരിശുദ്ധ റബ്ബിന്റെ ഖദർ ഖലാ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് മുഅ്മിൻ എന്ന വാക്ക്. മുഅ്മിൻ, ഇവിടെ ഒരേ തമ്പുരാൻ, അവനാണ് എല്ലാം നൽകുന്നത്, അവനാണ് തീരുമാനിക്കുന്നത്. സങ്കടങ്ങൾ നൽകണമെന്നും സന്തോഷങ്ങൾ നൽകണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് ഇലാഹായ റബ്ബാണ്. അവന്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കുക, അവന്റെ വഹദാനിയത്തിനെ അംഗീകരിക്കുക, അവന്റെ തൗഹീദിനെ അംഗീകരിക്കുക, അവൻ നൽകുന്നതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. അപ്പൊ സന്തോഷം വന്നാലും അൽഹംദുലില്ലയാണ്, സന്താപം വന്നാലും അൽഹംദുലില്ലയാണ്. സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇദാ ജാഅഹു അംറു യസുറുഹു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള് പ്രവാചക തിരുമേനിക്ക് കടന്നു വന്നാൽ യഖൂലു, പരിശുദ്ധ റസൂൽ യഹ്മദുല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയുടെ രൂപം എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ അലാ നിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. ഇനി എന്തെങ്കിലും സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ് മുസ്തഫ നബി തങ്ങൾക്ക് എത്തുന്നതെങ്കിലും യഹ്മദുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധനായ തമ്പുരാനെ വാഴ്ത്തുകയാണ്, അവന് കീർത്തനം അർപ്പിക്കുകയാണ്. യഖൂൽ, എന്നിട്ട് നബി തങ്ങൾ പറയാൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവിനാണ് സ്തുതി. നമ്മുടെ ചില അറബി പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് അൽഹംദുലില്ലാഹി ഫി ഹാദൽ വഖ്ത്, ഈ സമയത്തിന് അള്ളാഹുവിനാണ് ഞാൻ സ്തുതി അർപ്പിക്കുന്നത്. ഈ സമയം, ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഈ മൊമെന്റിൽ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ബോധക്ഷയം സംഭവിച്ചിട്ടില്ല, ആരോഗ്യം അപകടത്തിലായിട്ടില്ല, ഒരാള് നമ്മളെ സ്ട്രക്ചറിൽ കിടത്തിയിട്ടില്ല, നമ്മൾ ആതുരാലയത്തിലല്ല അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നത്. അതാണ് ഈ വഖത്തിൽ അള്ളാഹുവിനാണ് ഞാൻ സ്തുതി അർപ്പിക്കുന്നത്. അപ്പൊ അവിടെയും അള്ളാഹുവിന് എല്ലാം കൊടുക്കുകയാണ്. അപ്പൊ സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും അള്ളാഹു അതിൽ ഒരു ഖൈർ കണ്ടിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ആപത്തുകളിൽ പോലും അള്ളാഹു ഹിക്മത്ത് കണ്ടിട്ടുണ്ട് എന്നാണ്. ആപത്തുകളിൽ പോലും, ഇപ്പൊ ഈ നാച്ചുറൽ കലാമിറ്റീസ് ആകട്ടെ, ഈ എൻവിറോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് ആകട്ടെ, ഈ കലാമിറ്റീസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഊന്നി പറഞ്ഞൊരു കാര്യമാണ്. എന്ത്? നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട എന്ന് പറഞ്ഞാല് ഈമാനിന്റെ ബലാരിഷ്ടതകള് ഏതൊക്കെയോ അർത്ഥത്തിൽ നോവിച്ചു കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ ചില കുട്ടികളൊക്കെ തന്നെ വാറോലകൾ ഇറക്കാനും പേനയും താനും തുടങ്ങി. എവിടെ പോയി നിങ്ങളെ ദൈവം തമ്പുരാൻ എന്ന ചോദ്യം, അത് ഒരു തരത്തില് എത്തിസിസത്തിന്റെ ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാല് യുക്തിവാദത്തിന്റെ യുക്തിരഹിതമായ ചോദ്യമാണ്. അപ്പൊ ഇത്തരം ചോദ്യശരങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോ നമ്മൾ ആസ് എ മുസ്ലിം നമുക്ക് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നമ്മുടെ തോട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക, ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. മാ യുസീബുൽ മുഅ്മിന മിൻ വസബിൻ വലാ നസബിൻ വലാ സഖമിൻ വലാ ഹുസ്നിൻ ഹത്തൽ ഹം ഇല്ലാ കഫറല്ലാഹു ബിഹി സയ്യിഅതഹും. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്നില്ല മിൻ വസബിൻ, ഒരു രോഗം, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു രോഗമുണ്ടാകുന്നില്ല, വലാ നസബിൻ, ഒരു ക്ഷീണമുണ്ടാകുന്നില്ല, വലാ സഖമിൻ, ഒരു ബലഹീനത കൊണ്ടുള്ള അസുഖമുണ്ടാകുന്നില്ല, ഇല്ലാ കഫറല്ലാഹു ബിഹി സയ്യിഅതഹു. ഇതൊക്കെ കാരണത്താൽ അല്ലാഹു തആല അവൻ ഇത്രകാലം ചെയ്തു കൂട്ടിയ ദോഷങ്ങളെ ഇതിലൂടെ പൊറുത്തിട്ടല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യന് രോഗമോ ബാലിശതയോ അസുഖമോ ബലഹീനതയോ ക്ഷീണമോ അവശതയോ കടന്നു വരുന്നില്ല. അപ്പൊ മുഅ്മിനായ മനുഷ്യന് ഇത്രകാലം അവന്റെ ജീവിതത്തിൽ വന്നുപെട്ട രോഗങ്ങളൊക്കെ തന്നെ അവന്റെ പാപത്തിന്റെ മോചനങ്ങളുടെ ഹേതുകമാണ് എന്നല്ലേ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി നബി തങ്ങൾ അണ്ടർലൈൻ ചെയ്തു പറഞ്ഞു, ഒരാൾക്ക് അല്ലാഹു തആല ഒരു ശിക്ഷയായിട്ടാണ് ചിലപ്പോൾ ഒരു ആപത്ത് കൊടുക്കുന്നത്. സപ്പോസ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ ശിക്ഷയായിട്ടാണ് അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു രോഗമോ ഒരു ആപത്തോ കൊടുക്കേണ്ടത്. അതിനെ അവൻ ക്ഷമിച്ചു എങ്കിൽ അവന്റെ ശിക്ഷയും കഴിഞ്ഞു എന്നാണ്. അവൻ ചെയ്ത് കൂട്ടിയ ആ തെറ്റ്, അതിന്റെ പ്രായശ്ചിത്തം ഇവിടെ കഴിഞ്ഞു, അത് അവസാനിച്ചു, അത് നടന്നു എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുരിതങ്ങളെ തൃണവൽക്കരിക്കുന്ന, രോഗങ്ങളെ ക്ഷമിക്കുന്ന, പ്രയാസങ്ങളെ സഹിക്കുന്ന ഒരു വിശ്വാസിക്ക് കൊടുത്ത സന്തോഷ വാർത്ത അത് തന്നെയാണ്. അഗർ ദോ ഖുദാ ഹോ തോ സംസാർ മേ तो दोनों भला हो तो संसार में
खतरनाक होता जमाने का रंग हवा करती हर रोज दोनों में जंग हम एक ही इलाह पर विश्वास करते हैं एतिकाद रखते हैं हम उसके फरमान बरदार बंदे हो जाते हैं तो अल्लाह कैसे जिंदगी गुजारने के लिए हमें एक एतिकाद ईमान सुपुर्द किए हैं उसी रास्ते पर हम कदम बढ़ाते हैं कदम उड़ाते हैं अगर दो खुदा इस संसार के कंट्रोलिंग के लिए हो तो क्या होगा पूरा जहां के माहौल क्या हो जाएगा एक खुदा कहेंगे अभी सूरज निकलना चाहिए और दूसरे खुदा कहेंगे अभी बारिश होना चाहिए तो उन दोनों के दरमियान झगड़ा लड़ाई कशमकश इतनी बड़ी तेजी से एक सबसे बड़ा झगड़ा इधर हो जाएगा तो इसलिए ला इलाहा इल्लल्लाह वहदा सिर्फ अल्लाह तबारक व तआला ला शरीक ला ये खिलकत में और हमारे चालो चलन में उसको शरीक नहीं है वहदहु ला शरीक लहु लहुल मुल्क व लहुल हम्द യുഹീ അവൻ ജീവിപ്പിക്കുന്നു വയുമീതു അവൻ മരിപ്പിക്കുന്നു അല്ലേ എൻ്റെ മക്കൾ പോയി എൻ്റെ വീട് പോയി എൻ്റെ കിടപ്പാടം പോയി എൻ്റെ ആരോഗ്യം പോയി എൻ്റെ അത് പോയി എനിക്ക് ആ നാശം വന്നു ഈ നാശം വന്നു എനിക്ക് അത്രയും വലിയ ലോസ് ഉണ്ടായി എന്ന് നമ്മൾ വിലപിക്കുമ്പം വിലാപം കൊള്ളുമ്പോ പഞ്ഞപ്പാട്ട് പാടുമ്പോ പരാതിപ്പെട്ടി തുറക്കുമ്പോ ഒരൊറ്റ ചോദ്യശരം നമ്മളുടെ നേരെ ഉയരാൻ ഇതൊക്കെ തന്നത് അവൻ തന്നെയല്ലേ ഇതൊക്കെ തന്നത് അവൻ തന്നെയല്ലേ പിന്നെ അള്ളാഹു ഈ ദുനിയാവിന് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടല്ലോ അതെന്താണ് അവസാനിക്കും അല്ലെ മിസ്ല ജനാഹ ബഊള ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു തആല ദുനിയാവിന് കൊടുത്തിട്ടില്ല എന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളോട് തന്നെയാ പറഞ്ഞത് സാരല്യം എന്ന സുകുമാര ഗുണത്തിനെല്ലാം പാരിങ്കലേതുപമ ആ മൃദുമയിൽ നവ്യ താരുണ്യമേന്തി ഒരു നില കാണണം ഞാൻ വൈരാഗ്യമേറിയൊരു വൈദിക നാട്ടയേറ്റ വൈരിക്കു മുൻകുടറിയോടിയ ഭീരുവാട്ടെ നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി യാരാകിലം തുമിടിയുള്ളവർ നിന്നിരിപ്പാം ലോകത്ത് സൗന്ദര്യങ്ങൾക്ക് പോലും ഒരു അന്ത്യമുണ്ട് ക്ഷണപ്രഭ ചഞ്ചലമാണ് ദുനിയാവിലെ ജീവിതം ക്ഷണനേരം കൊണ്ട് അതിന്റെ പ്രഭ ചാഞ്ചല്യം സംഭവിക്കുന്നതാണ് എന്നർത്ഥം അതുകൊണ്ട് എല്ലാ ആപത്തുകളിലും ഒരു മനുഷ്യൻ വിശ്വസിക്കൽ അവന്റെ അനിവാര്യതയാണ് വമാ അസ്വാബതുകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ നിങ്ങൾ ചെയ്ത തെറ്റ് കാരണമാണ് നിങ്ങൾക്ക് ആപത്ത് ഇറങ്ങിയത് അതിൽ നിങ്ങൾ ക്ഷമാശീലരായി എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഭൂരിഭാഗം തെറ്റുകളെയും മാപ്പാക്കി കളയുന്ന ആളാണ് ആ റബ്ബിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം അപ്പൊ വിശ്വാസത്തിൽ ഒരു സുദൃഢത ഉണ്ടാക്കുക എന്നുള്ളതാണ് അബൂ ദുഐബിനുൽ ഹുദലി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ അല്ലാഹു തആല കൊടുത്ത 8 മക്കൾ മരിച്ചു मात लहू समानियत औलाद अपने बेटों से 8 बेटों इंतकाल फरमा गए मौत के गाढ़ उतर गए फिर भी वो अल्लाह तबारक व तआला के ऊपर तवक्कुल किए എന്തേ മാത ലഹു സമാനിയത്ത് ഔലാദ് അപ്പോഴും ആ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിഞ്ഞു ഈ വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞ് ചില സമയത്ത് ഒരു പരീക്ഷണമാവുന്ന നമ്മളെ കൽബ് ഇസ്ലാം തഅസിയത്ത് കൊടുത്ത അതിനാണ് ഒരു വീട്ടിൽ മരണം നടന്നാല് 2-3 ദിവസങ്ങൾ ഉറ്റവരെ ഉടയവരെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടവര് നല്ല മനസ്സുമായിട്ട് ആ വീട്ടിലേക്ക് പോകണം എന്നാണ് എന്നിട്ട് ഈ മയ്യത്തിന്റെ അനന്തര അവകാശികളായ ആൾക്കാരുണ്ട് മയ്യത്തിനെ പറ്റി വിലാപം കൊള്ളുന്ന ആൾക്കാരുണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൺവിൻസ് ചെയ്യിപ്പിക്കുക അവരെ എന്നാണ് കാരണം എന്താണ് നമ്മളൊക്കെ കൽബിന് വേദന വരുന്നതാണ് അപ്പൊ വേദന വരുമ്പോ ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോ നമുക്ക് താങ്ങാൻ കഴിയൂല അപ്പൊ ബാക്കിയുള്ള മുസ്ലിങ്ങളായ മുഴുവൻ സഹപാഠികളും സുഹൃത്തുക്കളും അയൽപ്പക്കക്കാരും ചോരബന്ധക്കാരും എല്ലാവരും കൂടിയിട്ട് ഈ മനുഷ്യന് തഅസിയത്ത് കൊടുക്കുകയാണ് അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ആ ബോധ്യത്തിന്റെ പുറത്ത് അവന്റെ മനസ്സിങ്ങനെ നടന്നു വരും മക്കളാണ്ട് നഷ്ടപ്പെടുമ്പോ എത്ര വേദന ഉണ്ടാകും എത്ര വിഷമം ഉണ്ടാകും അപ്പൊ ചില ആളുകൾ വിളിക്കാറുണ്ട് എന്താ മനസ്സിനൊരു ബലം കിട്ടാൻ എന്തെങ്കിലും ദിക്റുണ്ടോ ഏതെങ്കിലും ആയത്തുണ്ടോ
എന്തെങ്കിലും ചെയ്യേണ്ടതായ അമലുകളുണ്ടോ? അത് ഈമാൻ ഉള്ളത് കൊണ്ടാണ് ആ ചോദ്യം പോലും വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലൊരു ബലം വേണം. വമാ ഫഅലം അന്നമാ അസ്വാബക ലം യകുൻ യുഖ്തിഅക വഇന്നമാ അഖ്തഅക ലം യകുൻ യുസീബക. നിന്റെ അടുക്കൽ നിനക്ക് സംഭവിക്കണം എന്ന് അല്ലാഹു ഒരു വിധി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ പിന്നെ നിനക്ക് തടുക്കാൻ കഴിയൂല. നിനക്ക് അത് സംഭവിക്കരുത് എന്ന് അള്ളാഹു വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിധി നിന്റെ മുകളിൽ കൊണ്ടുവന്നിടാൻ ലോകത്തെ കരസേനക്കോ വ്യോമസേനക്കോ നാവികസേനക്കോ ലോകത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതാണ് അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക. നിന്റെ തലയിൽ അത് വീഴണം എന്ന് അള്ളാഹു തീരുമാനിച്ചതിനെ പിന്നെ റൂട്ട് തെറ്റിക്കാൻ ഒരു അയൺ ഡാമിനും കഴിയൂല, ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയൂല. നിനക്കത് സംഭവിക്കരുത് എന്ന് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ലം യകുൻ ലിയുസീബക, അത് പിന്നെ നിന്റെ തലയിൽ വീഴൂല്ല, അത് പിന്നെ വീഴൂല. പിന്നെ വിധിയെ തടുക്കാൻ നമ്മൾ അടുക്കൽ ഒറ്റ ആയുധമുള്ളത്. നമ്മുടെ തലക്ക് മുകളിലേക്ക് പാഞ്ഞെടുത്ത് വരുന്ന വിധിയെ തടുക്കാൻ ഒരൊറ്റ അയൺ ഡാമാണ് മുസ്ലിമിന്റെ കയ്യിലുള്ളത്. അത് ദുആ ആണ്, അത് ദുആ ആണ്. അല്ലാഹു സേ ദുആ മാംഗ്ന, ബഹ്തരീൻ തരീഖെ സേ അല്ലാഹ് തബാറക വ തആല സാമനെ ദുആ മാംഗ്ന. നമ്മൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. അത് തന്നെ എല്ലാ ഖളാഇനെയും ദുആക്കും തടുക്കാൻ പറ്റൂല. അല്ലാഹു വിധിച്ചു വെച്ച ഖളാഉകള് ഒന്ന് ഖളാ മുഅല്ലഖ്, ഒന്ന് ഖളാ മുബറം. അഥവാ നമ്മൾ മരിക്കുന്നത് വരെ ഇവിടെ ഇന്നിയും സംഭവങ്ങളൊക്കെ അവനും അവന്റെ കുടുംബത്തിനും സംഭവിക്കണം. അത് ഉയർച്ചയാണോ, അത് പിന്നെ പതനമാണോ, ഉത്ഥാനമാണോ, വിജയമാണോ, പരാജയമാണോ, ലാഭമാണോ, നഷ്ടമാണോ, അസുഖമാണോ, ആരോഗ്യമാണോ, അതെല്ലാം അല്ലാഹു റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്, ആ പേന എഴുതിയ പേപ്പറിൽ നിന്ന് ഉയർത്തപ്പെട്ടു. പേപ്പറിലെ മഷിയാണെങ്കിൽ അത് പിന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്തു. അതെല്ലാം തീരുമാനിക്കപ്പെട്ടതാണ്. പിന്നെ ദുആക്ക് മാത്രമാണ് ചില വിധികളെ തടുക്കാനും പ്രതിരോധിക്കാനും സാധിക്കുക. അഥവാ മുഅല്ലഖായ വിധി, അൽ ഖളാഉൽ മുഅല്ലഖ്. മുഅല്ലഖ് എന്ന് പറഞ്ഞാല് അള്ളാഹു അത് വിധിച്ചു വെക്കുമ്പോൾ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെയും ചെയ്താൽ അവന് നേരെ വരുന്ന ഈ പ്രതികൂലമായ വിധിയെ നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ്. എന്ത് ചെയ്തിട്ടും മാറാത്ത വിധിയുണ്ട്, അതാണ് അൽ ഖളാഉൽ മുബറം. മുബറം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും വരാത്ത വിധിയുണ്ട്. ആ വിധിക്ക് പിന്നെ മനുഷ്യൻ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ദുനിയാവിന് നിയതമായ താളങ്ങളൊക്കെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ ഒരാൾക്ക് അല്ലാഹു തആല ഒരു വിധി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനുമായിട്ടാണ് ആ വിധി ബന്ധപ്പെട്ടത് എന്നാണ്. വഇന്ന മിൻ ഇബാദി മൻ ലാ യുസ്ലിഹു ഈമാനുഹു ഇല്ല അൽ ഫഖറ. ചില ആൾക്കാർക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിൽ പോലും അല്ലാഹു ഒരു ഹിക്മത്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ്? അവരെങ്ങാനും ധനാഢ്യരായി കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മറക്കുന്നതാണ്. ആ വിഭാഗം ആളുകൾക്കാണ് അത്ര അള്ളാഹു ഫഖർ കൊടുത്തത്. അപ്പൊ ആ ഫഖർ അവർക്ക് ഖൈറാൻ. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ദിന കൊടുത്തിട്ടുണ്ട്, സമ്പാദ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ മുസ്തഫ നബി തങ്ങൾ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സമ്പാദ്യത്തിലൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കടന്നു പോകാൻ അവർക്ക് സാധ്യമാണ്. ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കും, ദീനിന്റെ അഹ്ലുകാരെ സഹായിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും, അവർ ചാരിറ്റി കൊടുക്കും. അവരെ സാമ്പത്തിക പുരോഗതി മുഴുവൻ അവർ പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ്. ആ മനസ്സും അല്ലാഹു തആല അവരുടെ ഖൽബിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. വഇന്ന മിൻ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ മറ്റു ചില ആളുകളുണ്ട്, ലാ യുസ്ലിഹു ഈമാനുഹു, അവരുടെ ഈമാനിനെ നന്നാക്കുന്നതല്ല, ഇല്ല സിഹ, ആരോഗ്യമല്ലാത്ത ഒന്നും അവരുടെ ഈമാനിനെ സംരക്ഷിക്കുന്നതല്ല. അപ്പൊ അത്തരം ആളുകൾക്ക് അല്ലാഹു തആല ആരോഗ്യം കൊടുത്തു. വെൽത്ത് ഹെൽത്താണ്. അപ്പൊ ഹെൽത്ത് ഈസ് വെൽത്ത്. അവർക്ക് അല്ലാഹു തആല ഹെൽത്ത് കൊടുത്തു. അവർക്കെങ്ങാനും രോഗം വന്നിരുന്നെങ്കിൽ അവര് രോഗത്തെ ശപിച്ച് ദീനിനോട് മുഖം തിരിച്ച് മറ്റൊരു രീതിയിൽ ആകുമായിരുന്നു. അത്തരം ആളുകൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുത്തു. എന്നാൽ രോഗികളായ ചില ആളുകളെ പറ്റി പറയുന്നുണ്ട്, अगर अल्लाह तबारक व तआला एक आदमी को तंदुरुस्ती देता है, उस तंदुरुस्ती के सबब से अल्लाह तबारक व तआला का रास्ता को भूल करके वो इतनी जलालत के खूब अंधेरी में कुत्ते हैं. അങ്ങനെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലേ? അള്ളാഹുവിനെ മറക്കും. അപ്പൊ
ചില ആൾക്കാർക്ക് രോഗം വന്നാലേ അള്ളാഹുവിനെ ഓർക്കുള്ളൂ. അപ്പൊ അതിലും ഹൈറുണ്ട്. അവരെ പാപങ്ങൾ മുഴുവൻ ആ രോഗം കാരണം പൊറുക്കപ്പെടും. അപ്പൊ ദുരന്തം വന്നു, വയനാട് ദുരന്തം വന്നു. നമ്മള് ഇസ്ലാമിന്റെ ഒരു ആക്സെപ്റ്റോട് കൂടെ തന്നെ അല്ലേ അതിനെ നോക്കിക്കാണാൻ പറ്റുള്ളൂ. മസ്കത്തിൽ നിന്ന് 2 മാസം മുമ്പ് മസ്കത്തിലെ ഒമാനിലേക്ക് പോയ നൗഫൽ തിരിച്ചു വരികയാണ്. ദുരന്തബാധിത പ്രദേശത്ത് നൗഫൽ ഇങ്ങനെ ഇതികർത്തവ്യ മൂടനായിട്ട് നിസ്സഹായനായിട്ട് ശൂന്യമായ കൈവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിറങ്ങലിച്ച ഒരു ശരീരമായിട്ട്, മരവിച്ച ഒരു ഹൃദയം പേറിയിട്ട്. ആരൊക്കെയാണ് ആ ദുരന്ത ഭൂമിയിൽ മരിച്ചു പോയത്? സ്വന്തം ഉപ്പ പോയി, സ്വന്തം ഉമ്മ പോയി, സ്വന്തം ഭാര്യ പോയി, നൗഫലിന്റെ മക്കള് പോയി, മുഴുവൻ മക്കളും പോയി. സഹോദരൻ പോയി, സഹോദരന്റെ ഭാര്യ പോയി, സഹോദരന്റെ മക്കള് പോയി. എല്ലാവരും ഇങ്ങനെ പോയതിന്റെ സങ്കടത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് വിലപിക്കുമ്പോ ആ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി നമ്മളൊന്ന് ആലോചിച്ചു. ആ അവസ്ഥയെ പറ്റി ചിന്തിച്ചു. അവിടെ തഅസിയത്ത് എന്താണ്? പ്രിയപ്പെട്ട നൗഫലെ, നിന്റെ മരിച്ചുപോയവർക്ക് മുഴുവൻ ഷഹീദിന്റെ കൂലിയാണ്, രക്തസാക്ഷിയുടെ പുണ്യമാണ്. അതുകൊണ്ട് അവരെ കാര്യത്തിൽ ഇനി നമ്മൾ ടെൻഷൻ ആവേ വേണ്ട. അള്ളാഹു അവരെ ഏറ്റെടുത്തു. ഈ ബാക്കിയായ നമ്മളെ വിഷയത്തിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമ്മർദ്ദത്തിന്റെ വേലിയേറ്റങ്ങളൊക്കെ സൃഷ്ടിക്കേണ്ടത്. ഈ ഒരു ഈമാനികമായ കൺവിൻസിങ് അല്ല എങ്കിൽ ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ദുനിയാവിന്റെ ഉപരിതലത്തിൽ പിടിച്ചിക്കാൻ കഴിയുക? അങ്ങനല്ലേ എല്ലാത്തിനും സ്ഥിരത ഉണ്ടാവും. അധികാരങ്ങൾക്ക് പോലും സ്ഥിരതയില്ല. ബംഗ്ലാദേശിൽ 4 ടേമില് ദശാബ്ദങ്ങളോളം ഒരു രാജ്യത്തെ അടക്കി ഭരിച്ചിട്ട് തന്റെ ചൊൽപ്പടിയിൽ നിർത്തി. ഇപ്പൊ 2 കൊല്ലം മുമ്പാണ് അവസാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 4ാമത്തെ ജയം. അത് ലോക റെക്കോർഡാണ്. ഒരു വനിത ഒരു രാജ്യത്തിന്റെ അധിപയായിട്ട് ആരൂഢയായതിന്റെ ലോക റെക്കോർഡ്. ആ ലോക റെക്കോർഡ് സൃഷ്ടിച്ച് 4ാമത് പ്രാവശ്യവും ഭരണാധികാരിയാവാൻ ഷെയ്ഖ് ഹസീനക്കൊക്കെ ഭാഗ്യം കൊടുത്തത് ഏത് ഘടകാണ്? അപ്പൊ ജനകീയത, പോപ്പുലാരിറ്റി അല്ലേ? ഒരു നിമിഷം കൊണ്ടല്ല അത് തകിടം മറിഞ്ഞത്. അവസാനം US സ്വീകരിച്ചില്ല, UK സ്വീകരിച്ചില്ല, കാനഡ സ്വീകരിച്ചില്ല. ഇന്ത്യയിലേക്ക് പെട്ടെന്ന് സൈനിക ഹെലികോപ്റ്ററിൽ പ്രാണരക്ഷാർത്ഥം ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെയാണ് ഷെയ്ഖ് ഹസീന സ്വന്തം സഹോദരി ഷെയ്ഖ് നെഹ്റയുടെ കൂടെ സൈനിക മേധാവികളുടെ പ്രൊട്ടക്ഷനിൽ വിമാനം വന്നിറങ്ങിയത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഷെയ്ഖ് ഹസീനയുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ അരമനയിലെ എല്ലാ കോടികളും, എല്ലാ പുടവകളും, എല്ലാ ഭക്ഷണ സാധനങ്ങളും, ഫർണിച്ചറുകളും എടുത്ത് പെറുക്കി നിഷ്കരണം കൊണ്ടുപോകുന്ന ഒരു ജനതയെ നമ്മളിങ്ങനെ കാണാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ കാണാൻ എത്ര പെട്ടെന്നാണ് ഒരു അരമനയിലെ അവസ്ഥ മാറിമറിഞ്ഞത്. ലോകത്തെ ഭരിച്ച കേണൽ മുഅമ്മർ ഗദ്ദാഫി ആരായിരുന്നു? ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂഗർഭ അറയിൽ 333 റൂമുകളുള്ള സമാന്തര ലിബിയയെ പണിത ചക്രവർത്തിയായിരുന്നു മുഅമ്മർ ഗദ്ദാഫി. അദ്ദേഹത്തിന് അവിടെ സഞ്ചരിക്കാൻ എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹം ധരിച്ച കൗബോയ് തൊപ്പിക്ക് 4 ലക്ഷം രൂപയുണ്ട്. അദ്ദേഹം ധരിച്ച സൺഗ്ലാസിന് 3 ലക്ഷം രൂപയുണ്ട്. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് ആമസോൺ ഗാർഡ് എന്ന് പറയുന്ന 25 വയസ്സിന്റെയും 30 വയസ്സിന്റെയും ഇടയിലുള്ള അയോധന കലകളിൽ തീവ്ര പരിശീലനം കിട്ടിയ വനിതകളായിരുന്നു. എവിടെ പോയി അവരൊക്കെ? കേണൽ മുഅമ്മർ ഗദ്ദാഫി അമേരിക്കൻ സഖ്യസേനയുടെ പട്ടാളക്കാർ വധിച്ചപ്പോ ലിബിയയുടെ ഓടയിൽ നിന്ന് മാലിന്യജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓവുചാലിൽ നിന്നാണ് ആ മനുഷ്യന്റെ മയ്യത്ത് കിട്ടിയത്. എന്നിട്ട് അതേ പൊതുദർശനത്തിന് വെച്ചതോ ലിബിയയുടെ മത്സ്യ മാർക്കറ്റിന്റെ ഉള്ളിലാണ്. ഫ്രീസർ സംവിധാനമുള്ള, മീനൊക്കെ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എയർ കണ്ടീഷൻ സംവിധാനം കൊടുത്ത ലിബിയയുടെ മത്സ്യ മാർക്കറ്റിലാണ് അക്കാലം അത്രയും ആ രാജ്യത്തെ അടക്കി ഭരിച്ച രാജാവിന്റെ ഭൗതിക ശരീരത്തെ കൊണ്ടുപോയി വെച്ചത്. ഒരു വർണ്ണങ്ങൾക്കും ഇവിടെ ചഞ്ചലതയാണ്, ഇവിടെ ചഞ്ചലതയാണ്. ആരറിയും നിയതി തൻത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. അങ്ങനെയാണ് ഈജിപ്തിനെ അടക്കി ഭരിച്ച ഫാറൂഖ് രാജാവ് അവസാനം സ്ഥാനഭ്രഷ്ടനായി അധികാര ചക്രത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടിട്ട് അവസാനം അദ്ദേഹം വീട്ടു തടങ്കലിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം രോഗശയ്യയിൽ കിടന്നു മരിച്ചു. അവസാനം 6 അടി മണ്ണിന് വേണ്ടി, സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് മറമാടാൻ 6 അടി മണ്ണിന് വേണ്ടി ഫാറൂഖ് രാജാവിന്റെ ഭാര്യക്ക് അന്നത്തെ ഈജിപ്തിലെ ഗവൺമെന്റിനോട് കൈ നീട്ടി കെഞ്ചി യാചിക്കേണ്ടി വന്നു. 6 അടി മണ്ണിന് വേണ്ടി. ഞാൻ പറയാൻ
നമ്മളൊക്കെ അല്ലാഹു തആല ഇത് സാധാരണക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ, എല്ലാവരുടെയും ഫോണിലേക്ക് ഇതിന്റെ ചിത്രസഹിതമുള്ള കാര്യങ്ങൾ മിന്നി മറിയാൻ. എന്തൊരു ലോകത്തായി നമ്മൾ ജീവിക്കുന്നത്! അപകടം പിടിച്ച ലോകം, തമാശ നിറഞ്ഞ ലോകം. അതുകൊണ്ട് ലൈഫ് ഈസ് എ ഡ്രാമ. ബുദ്ധിജീവികൾ പറഞ്ഞു, ജീവിതം ഒരു നാടകമാണ്. അതിൽ വിദൂഷകനുണ്ട്, അതിൽ സംവിധായകനുണ്ട്, അതിൽ ആക്ടർ ഉണ്ട്, അതിൽ ആക്ട്രസ് ഉണ്ട്, അതില് കോമഡി താരങ്ങളുണ്ട്, എന്നാൽ അതിൽ വ്യൂവേഴ്സ് ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തൊക്കെ വർണ്ണങ്ങളാണ്! ഈ നാടകം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് പൊട്ടിച്ചിരി കേൾക്കുന്നു, യുദ്ധം കാണുന്നു, സംഘട്ടനം കാണുന്നു, അടിപിടി കാണുന്നു, ജയം കാണുന്നു, പരാജയം കാണുന്നു. അതാണ് ഉത്തരേന്ത്യൻ കവി പറഞ്ഞത്, ദുനിയാ മേരെ ആകെ, മേരെ ആകെ, എന്റെ മുമ്പിൽ, ദുനിയ, ഞാൻ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ബാസീചയെ അത്ഫാൽ ഹേ, हमारे छोटे खिलाड़ी बच्चे क्रिकेट खेलने की, फुटबॉल खेलने की, बैडमिंटन खेलने की, सॉकर खेलने की, ऐसे ऐसे खिलाड़ी लोग खेलते हैं, दौड़ते हैं, फिरते हैं, चलते हैं, जीतते हैं, हारते हैं. ജയിക്കുന്നു, തോൽക്കുന്നു, കളിക്കുന്നു, ചിലർ ഗോൾ അടിക്കുന്നു, മറ്റു ചിലർ ഗോൾ വഴങ്ങുന്നു. അപ്പൊ അതേ ഗാലറിയിൽ ഗോൾ അടിച്ച ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ കരഘോഷം മുഴക്കുന്നു. അതേ ഗാലറിയിൽ കുറെ ആൾക്കാർ തലയും താഴ്ത്തിയിരിക്കുന്നതും നമ്മൾ കാണുന്നു. കാരണം അവർ തോറ്റ ടീമിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അവർ തലയും താഴ്ത്തിയിരിക്കുക. ഒറ്റ ദുനിയാവിലായി രണ്ട് ഫ്രെയിമും നമ്മൾ കാണുന്നത്. അപ്പൊ കവി പറയാൻ, ഇങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിഗ്രൗണ്ടാണ് दुनिया. मेरे आगे मेरे सामने पूरे संसार ऐसा है, होता है शब रोज तमाशा मेरे आगे. शबो रोज, शब रात्रि, रोज പകല്. അപ്പൊ ശബോ റോസ് മേരെ സാമനെ തമാശ ഹോത്താ ഹൈ. രാവും പകലും എന്റെ മുമ്പിൽ ഒരു വിനോദം, ഒരു കോമഡിയായി മാറുകയാണ്. അല്ലാഹുവേ, ഞാൻ ആരെ വിശ്വസിക്കണം? അല്ലാഹുവേ, ഞാൻ ആരുടെ കൂടെ പോകണം? 20 കൊല്ലം ഒരു രാജ്യത്തെ അടക്കി ഭരിച്ച രാജകുമാരിയാണ്. അതുകൊണ്ട് അവരെ നമ്പി ജീവിക്കാം. ഇന്ന് ഈ ലോകത്ത് ഒരു മനുഷ്യന് തീരുമാനമെടുക്കാൻ പറ്റുമോ? ആ മനുഷ്യന്റെ പുത്രി ഇപ്പോ എവിടെയാണ് കഴിയുന്നത്? യാചിക്കാൻ ഓരോ രാഷ്ട്ര തലവന്മാരോടും ഒന്ന് അഭയം തരൂ, ഒന്ന് അഭയം തരൂ. പ്രാണഭയത്തിലാണ് ഓടി രക്ഷപ്പെട്ടത്. ആരുടെ? സ്വന്തം ഭരണീയരുടെ. അതാണ് ദുനിയാവിന്റെ ഖിൽഖത്ത്, അതാണ് ദുനിയാവിന്റെ ഫിത്രത്ത്. അതിന് മാറ്റം ഉണ്ടാവില്ല. അത് കാണുന്നു, നമ്മളും മരിച്ചു പോകുന്നു. അടുത്ത തലമുറ വരുന്നു, അവരും കാണുന്നു, അവരും മരിച്ചു പോകുന്നു. ഇവിടെ ഈമാൻ ഫസാദാവാതെ നമ്മുടെ ഖൽബിന് ചാഞ്ചല്യം സംഭവിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. നമുക്ക് റുഷ്ദ് കിട്ടണം, നമുക്ക് ഈമാൻ കിട്ടണം, നമുക്ക് ഹിദായത്ത് കിട്ടണം. അല്ലാഹു നമ്മുടെ ഈമാനോടെ മരിച്ചു പോകുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരങ്ങൾക്ക്, ഈമാനിന് ഒന്നിനും പരിക്ക് പറ്റാതെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതാണല്ലോ പഠിച്ചോനെ, എങ്ങാനും നിന്റെ അടിമകളിൽ ഇനി അവരുടെ ദീന് ഫിത്നയാവണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ, ആ ഫിത്നയിൽ അകപ്പെടുന്നതിന്റെ മുമ്പ് ഞങ്ങളെ നീ പിടിക്കണേ. അത് നോക്ക് നിങ്ങൾ, ആ ഫിത്നയിൽ പെടാതെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കണേ റബ്ബേ. എന്താണ് ദുആ? അപ്പൊ അതൊരു പുതിയ കാലത്തേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ്. അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. PSC നോട്ടിഫിക്കേഷൻ അടക്കമുള്ള ഈ ആഴ്ച ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കേന്ദ്ര സേനയിലേക്ക് വന്നിട്ടുണ്ട്, സംസ്ഥാന സേനയിലേക്ക് വന്നിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ മിക്ക പരീക്ഷകളുടെയും മിനിമം ക്വാളിഫിക്കേഷൻ ഓൺലി SSLC ആണ്. ഞാൻ പറയാണ്, നമ്മളൊക്കെ മലയാള നാട്ടില്, പ്രത്യേകിച്ച് മലബാറിലൊക്കെ വിദ്യാഭ്യാസ പ്രബുദ്ധത വർദ്ധിച്ചത് കൊണ്ട് മിക്ക കുട്ടികളും മിനിമം ക്വാളിഫൈഡ് ഡിഗ്രിയാണ്, PG ആണ്. വിദ്യാഭ്യാസത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് നമ്മുടെ യുവതലമുറയോട് പറഞ്ഞു കൊടുക്കണം, സേനയിലേക്ക്, അതുപോലെ തന്നെ നിയമപാലകന്മാരുടെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വന്ന ഈ വേക്കൻസികളെ അവര് മനസ്സിലാക്കുകയും സമയബന്ധിതമായിട്ട് അവരുടെ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത്, ഒരു ജാഗ്രതയുടെ കുറവിന്റെ കാരണത്താലാണ് ഇത്രയും വലിയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് നേരത്തെ കാലേക്കൂട്ടി ചിന്തിക്കുക. അബൂബക്കർ ഖാസിമി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഖത്തറിൽ ഇസ്ലാമിക് സെന്ററിനൊക്കെ ദശാബ്ദങ്ങളായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് എന്നതിന്റെ കൂടെ സ്വന്തം മകനെ ദീനീ ബോധത്തോടുകൂടെ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അസ്ഗർ അലി ഇന്ത്യയിലെ ലോകത്തെ തന്നെ വൻകിട ലീഡിംഗ് വിമാന കമ്പനികളിൽ ഒന്നാണ് ഖത്തർ എയർവേസ്. 4 കൊല്ലായിട്ട് അദ്ദേഹത്തിന്റെ ചെറിയ പുത്രൻ ഖത്തർ എയർവേസിന്റെ വളയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റാണ്. അത് നമ്മുടെ മലയാളത്തിന് അഭിമാനമാണ്. ദീനീ വിദ്യാഭ്യാസത്തോടുകൂടെ നമ്മുടെ മക്കള് എത്തേണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ എത്തണം. എത്തേണ്ടിടത്ത് നമ്മൾ ആളുകൾ എത്തുമ്പോഴാണ് പ്രതികരണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അല്ലെ? വഖഫ് ഭേദഗതി കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ, ഇന്നലെ കൊണ്ടുവന്നു. ഇത്ര കാലമായിട്ട് ഒരു വഖഫിന്റെ നിയന്ത്രണത്തിലെ ഉത്തരവാദിത്തം, അതിന്റെ ചീഫ് ഡയറക്ടറായിട്ട് നിൽക്കേണ്ടത് വഖഫ് ഏത് സമുദായത്തിൻ്റെതാണോ ആ സമുദായത്തിന്റെ ആള് വേണം എന്ന നിയമത്തെ മെല്ലെ തിരുത്തി കുറിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ്. അവിടെ ശബ്ദിക്കാൻ ഇന്ത്യൻ മുന്നണിയുടെ ബന്ധപ്പെട്ട ആളുകള്, ഇതര ഘടക കക്ഷികള് എല്ലാവരും, അഖിലേഷ് യാദവ് പ്രതികരിച്ചു, അതുപോലെ തന്നെ വേണുഗോപാൽ പ്രതികരിച്ചു, കനിമൊഴി പ്രതികരിച്ചു, എല്ലാവരും പ്രതികരിച്ചു. ഈ പ്രതികരിച്ച ആളുകളുടെ പ്രതികരണം ഇപ്പതാ പാർലമെന്റ് അതിന്റെ സുപ്രീം കൗൺസിലിലേക്ക് ഈ തീരുമാനത്തെ മാറ്റിവെച്ചിരിക്കാൻ. എന്നാൽ ഞങ്ങൾ ഇപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഞാൻ പറയാ, ഈ പ്രതികരണത്തിന് ഓരോ സ്ഥലത്തേക്കും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമാണെങ്കിൽ അങ്ങനെ, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെ, നമ്മൾ നിഷ്ക്രിയരല്ല, നമ്മൾ പ്രബുദ്ധരാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടിയുടെ മസ്തിഷ്കത്തിലൊക്കെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. പക്ഷേ അവരെ വഴി തിരിച്ചു വിടാനുള്ള സംവിധാനങ്ങൾ ഇന്നും പാരന്റ്സിന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഒരു ബോധോദയം നമ്മുടെ ഉമ്മത്തിനൊക്കെ ചില കാര്യങ്ങളിൽ അനിവാര്യമാണ്. അത് നാളെ നമുക്ക് വലിയ ഗുണം നൽകുന്ന കാര്യങ്ങളുമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മകന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ എളുപ്പാകാൻ വേണ്ടി, ഇന്റർവ്യൂ വിജയം കിട്ടാൻ വേണ്ടി 2 ചാക്ക് അരി നമ്മുടെ പള്ളിയിലേക്ക്, ദർസിലേക്ക് ഒരു രക്ഷിതാവ് നിയത്താക്കിയിരുന്നു. ഇന്നിപ്പോ അദ്ദേഹം വന്നു. വളരെ സന്തോഷം പറഞ്ഞിട്ട് ഖത്തറിലെ ആ ഒരു ആരോഗ്യ മേഖലയിലേക്കുള്ള പോസ്റ്റിലേക്ക് എന്റെ കുട്ടിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് നിയ്യത്തുകളുണ്ടാകും. വീണ്ടും അദ്ദേഹം ഒരു 2 ചാക്ക് അരി നിയ്യത്താക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുറാദുകളൊക്കെ ഹാസിലാക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ തമ്പുരാനെ. ദീനിന്റെ അഹ്ലുകാരെ സഹായിക്കുന്നതിന്റെ പുണ്യം ദുനിയാവിലെ ആഖിറത്തിലൊക്കെ ഇത്തരം ആളുകൾക്ക് നീ പ്രദർശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ യാ അക്രമൽ അക്രം.